നെക്സ്റ്റ് ക്രിറ്റിസിസം ആൻഡ് തിയറിയിലെ ക്വസ്റ്റ്യൻസ്, യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിനകത്ത് ഓഫ് ക്രെമറ്റോളജി എന്നുള്ള വർക്ക് ഓതർ ചെയ്തത് ഡെറീഡയാണ്, അതായത് ജാക്ക് ഡെറീഡ. ആൻഡ് അക്കോർഡിംഗ് ടു അരിസ്റ്റോട്ടിൽ പോയട്രി എന്ന് പറയുന്നത് മോർ ഫിലോസഫിക്കൽ ദാൻ ഹിസ്റ്ററി എന്നാണ് ആൻസർ. ഓക്കെ, പോയട്രിയെക്കാട്ടിലും ഫിലോസഫിക്കൽ ഹിസ്റ്ററി എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. വേർഡ്സ് വർത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ നമ്പർ 3 എന്ന് പറയുന്നത് മീറ്ററിൻ്റെ യൂസ് വേർഡ്സ് വർത്ത് അക്സെപ്റ്റ് ചെയ്യുകയും പിന്നെ ഏതിൻ്റെ യൂസാണ് വേർഡ്സ് വർത്ത് റിജക്റ്റ് ചെയ്യുന്നത്, പോയറ്റിക് ഡിക്ഷൻ്റെ യൂസാണ് റിജക്റ്റ് ചെയ്യുന്നത്. അതായത് സിമ്പിൾ ആയിട്ടുള്ള പോയറ്റിക് ഡിക്ഷൻ വേണം യൂസ് ചെയ്യാനെന്നാണ് വേർഡ്സ് വർത്ത് പറയുന്നത്. പിന്നെ ഏത് ഫിലോസഫിക്കൽ വർക്ക് ഓഫ് പ്ലേറ്റോ ആണ് തിയറി ഓഫ് മിമസിസ് അല്ലെങ്കിൽ ഇമിറ്റേഷനെ കുറിച്ച് പറയുന്നത്? ദ റിപ്പബ്ലിക്കിനകത്താണ് മിമസിസ് തിയറിയെ കുറിച്ച് പ്ലേറ്റോ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ആർട്ട് ഫോർ ആർട്ട് സേക്ക് എന്നുള്ള ഈസ്തറ്റിക് മൂവ്മെന്റിൽ വരുന്ന സ്ലോഗനാണ്. അത് ആരാണ് അസോസിയേറ്റഡ് ആയിട്ടുള്ളത്? അത് വോൾട്ടർ പേറ്റർ എന്നുള്ള റൈറ്ററാണ്. ഈസ്തറ്റിക് മൂവ്മെന്റിൽ വോൾട്ടർ പേറ്റർ ആണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അതിന്റെ സ്ലോഗനാണ് ആർട്ട് ഫോർ ആർട്ട് സേക്ക്. ഓക്കെ, ദെൻ ആൻ എസ്സേ ഓഫ് ഡ്രമാറ്റിക് പോയസി എന്നുള്ള വർക്ക് അല്ലെങ്കിൽ എസ്സേ എഴുതിയത് ജോൺ ഡ്രൈഡൻ ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലോഞ്ചൈനസിൻ്റെ ലിറ്ററി വർക്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റ് ഏതാണ്? അതാണ് സബ്ലിമിറ്റി എന്ന് പറയുന്നത്. അതായത് ഓഡിയൻസിനെ ഒരു ഹയർ സ്റ്റേറ്റ് ഓഫ് മൈൻഡിലോട്ട് കൊണ്ടുപോകാൻ പോകുന്ന ഒരു കൈൻഡ് ഓഫ് വീക്കിളാണ് സബ്ലിമിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഒരു ലിറ്ററി വർക്കിന് ഓഡിയൻസിനെ ഒരു ഹയർ സ്റ്റേറ്റ് ഓഫ് മൈൻഡിലോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു, അതാണ് സബ്ലിമിറ്റി. ദെൻ ന്യൂ ക്രിറ്റിസിസത്തിലെ കീ കോൺസെപ്റ്റ് എന്താണ്? ക്ലോസ് റീഡിങ്. ക്ലോസ് റീഡിംഗ് എന്ന് വെച്ചാൽ ടെക്സ്റ്റിനെ ഒരു ഇൻഡിപെൻഡന്റ് എൻറ്റിറ്റി ആയിട്ട് കണ്ടിട്ട് ആ ടെക്സ്റ്റിനെ നല്ല രീതിയിൽ സ്ക്രൂട്ടനൈസ് ചെയ്ത് ഇൻസ്പെക്ട് ചെയ്യുക, അല്ലെങ്കിൽ നല്ല ക്ലോസ് ആയിട്ട് വായിക്കുക. ഓക്കെ, അതാണ് ന്യൂ ക്രിറ്റിസിസത്തിന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ദെൻ ആർട്ട് മേ ബി സെറ്റ് ടു അപ്രോച്ച് ദ കണ്ടീഷൻ ഓഫ് സയൻസ് എന്ന് പറയുന്നത് ആരാണ്? വോൾട്ടർ പേറ്റർ ആണ്. Then what term is used to describe the idea that a work of literature should be considered as an autonomous, self-contained entity? അത് ഓട്ടോണമസ് അല്ലെങ്കിൽ സെൽഫ് കണ്ടെയ്ൻഡ് എൻറ്റിറ്റി ആയിട്ട് ഒരു ടെക്സ്റ്റിനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുന്നത്? ഫോർമലിസം, അല്ലെങ്കിൽ നമുക്ക് ന്യൂ ക്രിറ്റിസിസം എന്നും പറയാം, അല്ലെങ്കിൽ ഫോർമലിസം എന്നും പറയാം. ഓക്കെ, ഫോർമലിസം എന്ന് പറയുമ്പോൾ ആ ടെക്സ്റ്റിൻ്റെ ഫോമിന് അങ്ങനത്തുള്ള കാര്യങ്ങൾക്ക് സ്റ്റൈല്, മീറ്റർ, റിഥം, റൈം അതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പിന്നെ ടെക്സ്റ്റിനെ ഒരു സെൽഫ് കണ്ടെയ്ൻഡ് അല്ലെങ്കിൽ ഓട്ടോണമസ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പറയുന്നതെന്ന് പറയുന്നത് ന്യൂ ക്രിറ്റിസിസവും ഉണ്ട്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വൈ ഡിഡ് പ്ലേറ്റോ കൺസിഡർ ആർട്ട് ആസ് ഡിസെപ്റ്റീവ്? ആർട്ടിനെ ഡിസെപ്റ്റീവായിട്ട് എന്തുകൊണ്ടാണ് പ്ലേറ്റോ കൺസിഡർ ചെയ്തത്? അതായത് ആർട്ട് എന്ന് പറയുന്നത് റിയാലിറ്റിയുടെ ഇമിറ്റേഷൻ ആണ് അക്കോർഡിംഗ് ടു പ്ലേറ്റോ. അപ്പം ഈ റിയാലിറ്റി എന്ന് പറയുന്നത് തന്നെ എന്താണ്? വെറും ഷാഡോ ആണ്, അല്ലെങ്കിൽ വെറും കോപ്പി ആണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ആർട്ട് എന്ന് പറയുന്നത് ആളുകളെ ട്രൂത്തിൽ നിന്ന് ഡിസ്റ്റൻസ് ചെയ്യുന്ന ഒരു എലിമെന്റ് ആണെന്നാണ് ഇദ്ദേഹം വിശ്വസിച്ചിരുന്നത്. അതുപോലെ തന്നെ വെറും ഇമോഷൻസ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കാനും ഇറാഷണാലിറ്റിയിലോട്ട് നമ്മളെ, അതായത് ലോജിക് ഇല്ലായ്മയിലോട്ട് നമ്മളെ തള്ളിവിടുന്നൊരു കാര്യമാണ് ആർട്ട് എന്നുമാണ് പ്ലേറ്റോ കൺസിഡർ ചെയ്തിരുന്നത്. ദെൻ ഹൗ ഡസ് റിനസൻസ് ഇൻഫ്ലുവൻസ് നിയോ ക്ലാസിക്കൽ ക്രിറ്റിസിസം ഇൻ ഇംഗ്ലീഷ്? ഇപ്പോൾ റിനസൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഹ്യൂമനിസം, ക്ലാസിക്കൽ ലേണിംഗ്, അല്ലെങ്കിൽ ഗ്രീക്ക് ആൻഡ് റോമൻ ഐഡിയൽസിന്റെ ഒരു റിവൈവൽ, അതിനെയാണ് നമ്മൾ റിനസൻസ് എന്ന് പറയുന്നത്. ഒരു കൈൻഡ് ഓഫ് ഫ്രീ ബർത്ത്. അത് നിയോ ക്ലാസിക്കൽ ക്രിറ്റിക്സിനെ ഇൻഫ്ലുവൻസ് ചെയ്തു. കാരണം ഓർഡർ, റീസൺ അല്ലെങ്കിൽ ഡെക്കോറം ലിറ്ററി വർക്ക്സിൽ കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചു. ഓക്കെ, വൈ ഡു ഡ്രൈഡൻ കൺസിഡർ ക്ലാരിറ്റി ആൻഡ് പ്രിസിഷൻ ഇമ്പോർട്ടൻറ്റ് ഇൻ പോയട്രി? ഡ്രൈഡൻ ബിലീവ് ചെയ്തിരുന്നത് പോയട്രി എന്ന് പറയുന്നത് ഐഡിയാസിനെ എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമായിട്ടാണ്. അപ്പോൾ ക്ലാരിറ്റി ഓഡിയൻസിന് കിട്ടണം, എന്നാൽ മാത്രമേ പോയറ്റിന്റെ ഇന്റൻഷനും പ്രിസിഷനും ഒക്കെ പ്രിസർവ് ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഒരു ബ്യൂട്ടി അല്ലെങ്കിൽ ആക്യുറസി പ്രിസർവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നത്. ദെൻ വൈ ഡസ് ജോൺസൺ സേ ദാറ്റ് ലിറ്ററി ട്രഡീഷൻ നീഡ്സ് ടു ബി റെസ്പെക്റ്റഡ്? ജോൺസൺ ആർഗ്യൂ ചെയ്യുവാണ് ലിറ്ററി ട്രഡീഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് ഓഫ് എക്സലൻസ് ആണ്, അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു കാര്യമാണ് ലിറ്റററി ട്രഡീഷൻ എന്ന് പറയുന്നത്. അതായത് വലിയ വലിയ എഴുത്തുകാർ എഴുതി അവരായിട്ട് തന്നെ ഒരു സ്റ്റാൻഡേർഡ് എസ്റ്റാബ്ലിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ലിറ്ററി ട്രഡീഷൻ ആണ്. ഇവരെ ഇങ്ങനെയുള്ളവരുടെ, അതായത് പഴയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള റൈറ്റേഴ്സിന്റെ വർക്ക്സിനെയാണ് നമ്മൾ ലിറ്ററി ട്രഡീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവരൊരു സ്റ്റാൻഡേർഡ് ഓഫ് എക്സലൻസ് എസ്റ്റാബ്ലിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ അത് ഇനി വരുന്ന ഓഥേഴ്സിനെ അത് ഗൈഡ് ചെയ്യും. അതായത് നല്ല നല്ല വാല്യുബിൾ ആയിട്ടുള്ള വർക്ക്സ് അല്ലെങ്കിൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള വർക്ക്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഇനി വരുന്ന റൈറ്റേഴ്സിനെ അത് എന്ത് ചെയ്യും? ഇൻസ്പയർ ചെയ്യും, അല്ലെങ്കിൽ അതിനുള്ള ഒരു ഗൈഡ് ചെയ്യും ഓതേഴ്സിനെ. ഓക്കെ, ദെൻ വൈ ഡിഡ് വേർഡ്സ്വർത്ത് പ്ലേസ് ഗ്രേറ്റ് ഇമ്പോർട്ടൻസ് ഓൺ മെമ്മറി ഇൻ പോയട്രി? മെമ്മറി എന്ന് പറയുന്നത് വേർഡ്സ്വർത്തിന് ഒരു സോഴ്സ് ഓഫ് ഇൻസ്പിറേഷൻ ആണ്. അതായത് പോയറ്റ്സിന് പാസ്റ്റ് എക്സ്പീരിയൻസിനെ ട്രാൻസ്ഫോം ചെയ്ത് ഒരു റിഫ്ലക്റ്റീവ് ആക്കി, മീനിങ് ഫുൾ ആയിട്ട് ആക്കി ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നു. അതുകൊണ്ട് മെമ്മറീസ് ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് പറയുന്നത്. അക്കോർഡിംഗ് ടു ആർണോൾഡ്, ഹൗ ഡസ്
ഡസ് പോയട്രി ഹെൽപ്പ് ദി കൾച്ചറൽ ആൻഡ് മോറൽ ഡെവലപ്മെന്റ് ഓഫ് റീഡേഴ്സ്? മാത്യു ആർണൾഡ് ബിലീവ് ചെയ്തിരിക്കുന്ന പോയട്രി എന്ന് പറയുന്നത് എന്താണ്? മോറൽ ഇൻസൈറ്റ് പ്രൊവൈഡ് ചെയ്യാനും ഒരു കൾച്ചറൽ നമുക്കൊരു റിഫൈൻമെന്റ് തരാനും സാധിക്കുന്ന ഒരു കാര്യമാണ് പോയട്രി എന്ന്. ആൻഡ് നമ്മുടെ ഹ്യൂമാനിറ്റിയുടെ തന്നെ സ്പിരിച്വൽ നീഡ്സിനെ അഡ്രസ്സ് ചെയ്യാനുള്ളൊരു സോഴ്സും പോയട്രി ആണെന്നാണ് ഇദ്ദേഹം വിശ്വസിക്കുന്നത്. ഇനി എന്താണ് റിതി അക്കോർഡിംഗ് ടു ഇന്ത്യൻ ഈസ്തെറ്റിക്സ്? റിതി എന്ന് പറയുന്നത് സ്റ്റൈലിസ്റ്റിക് അല്ലെങ്കിൽ സ്ട്രക്ചറൽ ഫീച്ചേഴ്സ് ഓഫ് എ ലിറ്ററി വർക്കിനെയാണ് റിതി എന്ന് പറയുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ പോയറ്റിക് ഡിവൈസസിന്റെ യൂസ്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ബ്യൂട്ടി അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ഇമ്പാക്റ്റ് നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരുന്നു. ഇനി ഔചിത്യ എന്നുള്ളതിന്റെ റെലവൻസ് എന്താണ്? ഔചിത്യ എന്ന് പറയുന്നത് അപ്രോപ്രിയേറ്റ്നെസ് എന്നാണ്. അതായത് അപ്രോപ്രിയേറ്റ്നെസ് ഓഫ് എലിമെന്റ്സ് ഇൻ ലിറ്ററേച്ചർ. അതായത് കോണ്ടെക്സ്റ്റും ക്യാരക്ടേഴ്സും ഇമോഷൻസിനും തമ്മിൽ അല്ലെങ്കിൽ ആർട്ടിസ്റ്റും തമ്മിൽ ഒരു ഹാർമണി കൊണ്ടുവരിക, അതാണ് ഔചിത്യ എന്ന് പറയുന്നത്. വാട്ട് ഈസ് മെൻ ബൈ ദി കോൺസെപ്റ്റ് ഓഫ് ഓർഗാനിക് യൂണിറ്റി ഇൻ ന്യൂ ക്രിറ്റിസിസം? ഓർഗാനിക് യൂണിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലിറ്റററി വർക്കിന്റെ എല്ലാ എലിമെന്റ്സിന്റെയും ഒരു ഇന്റഗ്രേഷൻ ഉണ്ടായിരിക്കണം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെന്റ് അല്ലെങ്കിൽ ബാലൻസ്ഡ് ആയിട്ട് നിൽക്കുക. അതൊരു യൂണിഫൈഡ് ആയിട്ട് അല്ലെങ്കിൽ ഇൻസെപ്പറബിൾ ആയിട്ടൊരു വർക്കായിട്ട് അതിനെ മാറ്റും അത്. ഓക്കെ. വാട്ട് ഈസ് മെൻ ബൈ ദി കോൺസെപ്റ്റ് ഓഫ് സൂപ്പർ ഈഗോ? സൂപ്പർ ഈഗോ അക്കോർഡിംഗ് ടു ഫ്രോഡിയൻ തിയറി നമ്മുടെ മോറൽ ആയിട്ടുള്ള പ്രിൻസിപ്പിളിനെയാണ് സൂപ്പർ ഈഗോ കാണിക്കുന്നത്. മോറൽ കോൺഷ്യൻസ്, അതായത് നമ്മുടെ മനസാക്ഷി, മോറൽ കോൺഷ്യൻസ് എന്ന് പറയും. ആൻഡ് സൊസൈറ്റൽ നോംസ്, അതായത് ഒരു ഇൻഡിവിജ്വലിന്റെ ഡിസയറിനെയും ബിഹേവിയറിനെയും റെഗുലേറ്റ് ചെയ്യുന്ന മൊറാലിറ്റി പ്രിൻസിപ്പിളിനെയാണ് നമ്മൾ സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി വാട്ട് വാസ് ദി ഫോക്കസ് ഓഫ് ദി ഫസ്റ്റ് വേവ് ഓഫ് ഫെമിനിസം? ഫസ്റ്റ് വേവ് ഓഫ് ഫെമിനിസം ലീഗൽ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇക്വാളിറ്റിക്ക് വേണ്ടി, വോട്ടിംഗ് റൈറ്റിന് വേണ്ടി, പ്രോപ്പർട്ടി റൈറ്റിന് വേണ്ടി അല്ലെങ്കിൽ സ്ത്രീകളുടെ എഡ്യൂക്കേഷന് വേണ്ടിയായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി ലിറ്റററിനെസ് ഇൻ റഷ്യൻ ഫോർമലിസം എന്ന് വെച്ചാൽ എന്താണ്? ലിറ്റററിനെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടെക്സ്റ്റിന് ഒരു ലിറ്റററി ടെക്സ്റ്റ് ആവുന്നതിന്റെ ക്വാളിറ്റീസ് കൊടുക്കുന്നതിനെയാണ് ലിറ്റററിനെസ് എന്ന് പറയുന്നത്. അതായത് ഒരു ലിറ്റററി ടെക്സ്റ്റിനെ ബാക്കിയുള്ള അതർ ഫോംസ് ഓഫ് റൈറ്റിംഗിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്താണോ അതാണ് ലിറ്റററിനെസ് എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ ഡ്രൈഡൻസ് ഒബ്സർവേഷൻസ് ഓൺ ദി റൂൾസ് ഓഫ് ഡ്രാമ. ഡ്രൈഡൻ ശരിക്കും പറഞ്ഞാൽ ക്ലാസിക്കൽ പ്രിൻസിപ്പിൾസിനെയൊക്കെ അഡ്മയർ ചെയ്തൊരു വ്യക്തിയാണ് കേട്ടോ. അപ്പം അദ്ദേഹം പക്ഷേ ഭയങ്കര റിജിഡായിട്ട് ക്ലാസിക്കൽ റൂൾസ് അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല, കുറച്ച് ഫ്ലെക്സിബിലിറ്റി ഒക്കെ ആകാമെന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വർക്കായിട്ടുള്ള ആൻ എസ്സേ ഓഫ് ഡ്രമാറ്റിക് പോയസിക്കകത്ത് അദ്ദേഹം ഇംഗ്ലീഷ് ഡ്രാമയെ ഡിഫെൻഡ് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. അതായത് ഈ ഫ്രഞ്ച് ഡ്രാമയ്ക്കെതിരെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഡ്രാമയെ ഡിഫെൻഡ് ചെയ്തിട്ടാണ്, സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇദ്ദേഹം സംസാരിക്കുന്നത്. അതായത് ഇംഗ്ലീഷ് ഡ്രാമയ്ക്ക് ഇമോഷണൽ ഡെപ്തും വെറൈറ്റിയും ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ആൻഡ് ഡ്രമാറ്റിക് യൂണിറ്റി അദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. അതുപോലെ തന്നെ പക്ഷേ എന്നാലും അദ്ദേഹം ഷേക്സ്പിയർ എന്ത് ചെയ്യാണ്? ഷേക്സ്പിയർ എന്ന് പറഞ്ഞ ആൾ റൈറ്റർ റൂൾസ് ഒന്നും അതുപോലെ ഫോളോ ചെയ്യുന്ന ആളൊന്നും അല്ല. അപ്പം അദ്ദേഹം പറയുന്നത്, നമ്മുടെ ഡ്രൈഡൻ പറയുന്നത് ഷേക്സ്പിയറും അങ്ങനെ റൂൾസ് ഒന്നും റിജിഡായിട്ട് റൂൾസ് ഒന്നും ഫോളോ ചെയ്യുന്ന ആളല്ല, പക്ഷേ അദ്ദേഹത്തിനൊരു ബാലൻസ് ഉണ്ടായിരുന്നു ക്രിയേറ്റിവിറ്റിയും സ്ട്രക്ചറും തമ്മിൽ. അപ്പോൾ അത് വേണം, അങ്ങനെ തന്നെ വേണം നമ്മളും ചെയ്യാനെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനി ജോൺസൺസ് എംഫസിസ് ഓൺ റീസൺ ആൻഡ് മോറൽ ഇൻസ്ട്രക്ഷൻ ആൻഡ് ലിറ്ററേച്ചർ. സാമുവൽ ജോൺസൺ ബിലീവ് ചെയ്തിരുന്നത് ലിറ്ററേച്ചർ റീസണിനെ പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ മോറൽ ലെസൺസ്, ഉപദേശങ്ങൾ തരുന്നതായിട്ടാണ് സാമുവൽ ജോൺസൺ ലിറ്ററേച്ചറിന്റെ എയിം എന്ന് പറയുന്നത്. അതായത് ആർട്ടിന്റെ വർക്ക്സ് അല്ലെങ്കിൽ വർക്ക്സ് ഓഫ് ആർട്ട് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ട്രൂത്തിനെ റിഫ്ലക്ട് ചെയ്ത് കാണിക്കുക, അല്ലെങ്കിൽ ഒരു നമ്മളെ ഒന്ന് ഗൈഡ് ചെയ്യുന്ന കണക്കുള്ള ടെക്സ്റ്റുകളായിരിക്കണം നമ്മൾ എഴുതേണ്ടത് അല്ലെങ്കിൽ നമ്മൾ വായിക്കേണ്ടത്. അതായത് ലിറ്ററേച്ചറിന് ഡൈഡാക്റ്റിക് പേർപ്പസ് ആണുള്ളത്. ഡൈഡാക്റ്റിക് പേർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചിങ് പേർപ്പസ്, ജസ്റ്റ് പഠിപ്പിക്കുക. നമ്മൾ ഏത് വർക്കാണെങ്കിലും നമ്മളെ മോറലി ശരിയായിട്ടുള്ള വഴിയിൽ നടത്തിക്കുക, നമ്മുടെ ഹ്യൂമൻ തോട്ടിനെയും ബിഹേവിയറിനെയും റിഫൈൻഡ് ആക്കുക അല്ലെങ്കിൽ സിവിലൈസ്ഡ് ആക്കുക. ഇനി പോപ്പിന്റെ ആർഗ്യുമെന്റ് എന്താണ്? യൂണിറ്റിയെക്കുറിച്ചും പോയട്രിയിലെ കോയറൻസിനെ കുറിച്ചും. ആൻഡ് എസ്സേ ഓൺ ക്രിറ്റിസിസം എന്നുള്ള വർക്കിനകത്ത് അലക്സാണ്ടർ പോപ്പ് യൂണിറ്റിയെക്കുറിച്ചും കോയറൻസിനെ കുറിച്ചും പറയുന്നുണ്ട്. അത് രണ്ടും എസെൻഷ്യൽ ആണ് ആർട്ടിസ്റ്റിക് എക്സലൻസിന് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതായത് ഒരു പോയത്തിന്റെ എല്ലാ പാർട്ടിനും എന്താണ്, ഇപ്പം നമ്മളിപ്പം ഒരു പോയത്തിന്റെ ഓരോ സ്റ്റാൻസ് എടുത്ത് നോക്കിയാലും അതിന് ആ ഒരു ആർട്ടിസ്റ്റിക് എക്സലൻസ് വേണം. അതായത് ഒരു പോയറ്റിന്റെ തന്നെ മാറ്റവും മൂല്യം നമ്മളെടുത്ത് പരിശോധിച്ചാലും അതിനെ നമ്മൾ ഒരു ലൈനിനെ എടുത്ത് മാത്രം ഒറ്റയ്ക്കിട്ട് പരിശോധിച്ചാലും അതിനൊരു ആർട്ടിസ്റ്റിക് എക്സലൻസ് വേണം, അല്ലെങ്കിൽ അതിനൊരു യൂണിറ്റി അല്ലെങ്കിൽ കോയറൻസ് ഉണ്ടായിരിക്കണം. ഓക്കെ. അതായത് ഒരു ഹാർമണി അല്ലെങ്കിൽ ഒരു ബാലൻസ് വേണം. അത് ആ പോയറ്റിന്റെ തന്നെ മാസ്റ്ററിയെ അല്ലെങ്കിൽ സ്കില്ലിനെ അല്ലെങ്കിൽ കഴിവിനെയാണ് അത് കാണിക്കുന്നത്. വേർഡ്സ്വർത്ത് ആർഗ്യുമെന്റ്സ് ഓൺ യൂസേജ് ഓഫ് ലാംഗ്വേജ് ഓഫ് കോമൺ പീപ്പിൾ ഇൻ പോയട്രി. വേർഡ്സ്വർത്ത് അദ്ദേഹത്തിന്റെ വർക്കായിട്ടുള്ള പ്രിഫേഴ്സ് ടു ലിറിക്കൽ ബാലറ്റ്സിനകത്ത് എവറിഡേ ലാംഗ്വേജ് അല്ലെങ്കിൽ സിമ്പിൾ ലാംഗ്വേജ് വേണം പോയട്രിക്ക് യൂസ് ചെയ്യാൻ, എന്നാലേ കോമൺ മാനിന് മനസ്സിലാവത്തോളം എന്നാണ് ഇദ്ദേഹം പറയുന്നത്. എന്നാൽ ഈ സിമ്പിൾ ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്താണ്? വളരെയധികം ആക്സസിബിളും ഒതന്റിക് ആക്കി മാറ്റുക ആ വർക്കിനെ. ആൻഡ് പോയറ്റിക് ഡിക്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചോയ്സ് ഓഫ് വേർഡ്സ് എന്ന് പറയുന്നത് എന്താണ്? വേർഡ്സ് ചൂസ് ചെയ്യുന്നതും എങ്ങനെ ആയിരിക്കണം? സിമ്പിൾ ആയിട്ടുള്ള വേർഡ്സ് ആയിരിക്കണം. എന്നാലേ ഓർഡിനറി ലൈഫിനെ നമ്മൾ ജെന്യൂൻ ആയിട്ടുള്ള രീതിയിൽ വേണം പ്രസന്റ് ചെയ്യാൻ. എന്നാലേ കോമൺ ആയിട്ടുള്ള ആളുകൾക്ക് അത് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് അക്കോർഡിംഗ് ടു വേർഡ്സ്വർത്ത്. ആൻഡ് മാത്യു ആർണൾഡിന്റെ നോഷൻ ഓഫ് എൻ ഐഡിയൽ ക്രിട്ടിക്. എങ്ങനെ ആയിരിക്കണം ഒരു ക്രിട്ടിക്ക്? അദ്ദേഹം പറയുന്നത് ഒരു ക്രിട്ടിക്ക് ഡിസിൻട്രസ്റ്റഡ് ആയിരിക്കണം.
അതായത് പാർഷ്യാലിറ്റി ഒന്നും ഉണ്ടാവരുത്, ഒരു കാര്യത്തിൽ മാത്രം ഇങ്ങനെ ഒബ്സസീവായിട്ട് നിൽക്കരുത്, ഒബ്ജക്റ്റീവ് ആയിരിക്കണം, സബ്ജക്റ്റീവ് ആകരുത്, കാരണം പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും വരരുത്, ഒബ്ജക്റ്റീവ് ആയിരിക്കണം, ഒരു ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് വേണം നമ്മുടെ ലിറ്റററി ട്രഡീഷനെ കുറിച്ചും കൾച്ചറൽ ട്രഡീഷനെ കുറിച്ചും. ഓക്കെ, ആൻഡ് ഓൾസോ ബ്യൂട്ടിയും ട്രൂത്തും വെച്ചിട്ട് വേണം ഓരോ വർക്കിനെ ഇവാലുവേറ്റ് ചെയ്യാൻ. ദെൻ ആർബിറ്റർനെസ് എന്ന് വെച്ചാൽ എന്താണ് ലിംഗ്വിസ്റ്റിക് സൈനിൽ? അക്കോർഡിംഗ് ടു സെഷൂർ, ലിംഗ്വിസ്റ്റിക് സൈൻ എന്ന് പറയുന്നത് എന്താണ്? അത് ആർബിട്രറി ആണ്. അതായത് അതായത് സിഗ്നിഫയറും സിഗ്നിഫൈഡും തമ്മിലൊരു കണക്ഷനും ഇല്ല. സിഗ്നിഫയർ എന്ന് വെച്ചാൽ സൗണ്ടും സിഗ്നിഫൈഡ് എന്ന് വെച്ചാൽ കോൺസെപ്റ്റും എന്നാണ്. ഓക്കെ, ദെൻ ഇഡും ഈഗോയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഇഡെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റിങ്ക്റ്റ് കൊണ്ടുള്ള ഡിസയേഴ്സ്, ആൻഡ് അത് പ്ലഷർ പ്രിൻസിപ്പിളിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഈഗോ എന്ന് വെച്ചാൽ ഇഡിനും റിയാലിറ്റിക്കും ഇടയിലുള്ളതാണ് ഈഗോ. അത് റിയാലിറ്റി പ്രിൻസിപ്പിളാണ്, അതായത് നമ്മളെ സൊസൈറ്റിയിൽ അക്സെപ്റ്റബിൾ ബിഹേവിയർ കൊണ്ടുവരുന്നത് ഈഗോ ആണ്. ഓക്കെ, ദെൻ യൂറോ സെൻട്രിസിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? യൂറോപ്യൻ കൾച്ചറിനെ സുപ്പീരിയർ ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് അതിനെ നമ്മൾ എപ്പോഴും ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് വെക്കും, എന്നിട്ട് ആ സ്റ്റാൻഡേർഡ് വെച്ചിട്ട് ബാക്കി എല്ലാ കൾച്ചേഴ്സിനെയും നമ്മൾ ജഡ്ജ് ചെയ്യും. ഓക്കെ, അത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കോൺസെപ്റ്റ് മാർജിനലൈസ് ചെയ്യും. ആരെയാണ് മാറ്റി നിർത്തുന്നത്? നോൺ യൂറോപ്യൻ പെർസ്പെക്റ്റീവ്സിനെയല്ല ഇത് മാറ്റി നിർത്തും. ഇനി ആർട്ടിൻ്റെ ഓട്ടോണമി എന്ന് വെച്ചാൽ എന്താണ്? അതായത് ആർട്ടിനെ നമ്മൾ അതിൻ്റെ ഇൻട്രിൻസിക് ക്വാളിറ്റീസ് വെച്ചിട്ട് വേണം ജഡ്ജ് ചെയ്യാൻ. അതായത് ഇൻഡിപെൻഡൻ്റ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ പർപ്പസസ് വെച്ചിട്ട് നമ്മൾ, അതായത് ഇൻട്രിൻസിക് ക്വാളിറ്റീസ് വെച്ചിട്ട് വേണം നമ്മൾ അതിനെ ജഡ്ജ് ചെയ്യാൻ. അല്ലാതെ അതായത് ഫോർ എക്സാമ്പിൾ അതിനകത്ത് എന്താണോ ഡീപ്പായിട്ട് പറഞ്ഞു പോയേക്കുന്നത് അതിന് അങ്ങനത്തുള്ള കാര്യങ്ങൾ വെച്ചിട്ട് വേണം ആർട്ടിനെ ജഡ്ജ് ചെയ്യാൻ. Then എവല്യൂഷൻ ഓഫ് ഇന്ത്യൻ പോയറ്റിക്സ് ആൻഡ് ദി സിദ്ധാന്താസ്. ഇന്ത്യൻ പോയറ്റിക്സ്, അപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇന്ത്യൻ പോയറ്റിക്സ് എന്താണെന്ന് എഴുതുക. വേദിക് പീരീഡ് തൊട്ടുള്ളതാണെന്ന് പറയുക. സാൻസ്ക്രിറ്റ് ട്രീറ്റൈസസ് ആയിട്ടുള്ള ഭരതൻ്റെ നാട്യശാസ്ത്ര, പിന്നെ അതാണ് ഈസ്തറ്റിക് തിയറിക്ക് വഴിയൊരുക്കിയെന്ന് പറയുക. പിന്നെ രസ സ്കൂള്, ധ്വനി, അലങ്കാര, ഔചിത്യ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതണം. രസ തിയറിയെക്കുറിച്ച് എഴുതുക. പിന്നെന്താണ് അലങ്കാര സ്കൂള്, ഔചിത്യം എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഇത്രയും കാര്യങ്ങൾ വേണം എഴുതാൻ. പിന്നെ വേർഡ്സ്വർത്തിൻ്റെ ഡെമോക്രറ്റൈസേഷൻ ഓഫ് പോയട്രി എന്ന് വെച്ചാൽ എന്താണ്? വേർഡ്സ്വർത്ത് ആർട്ടിഫിഷ്യൽ ഡിക്ഷനെതിരെയായിരുന്നു, സിമ്പിൾ ഡിക്ഷൻ യൂസ് ചെയ്യണം എന്നാണ് പറഞ്ഞേക്കുന്നത്. സിമ്പിൾ ലാംഗ്വേജ്, കോമൺ പീപ്പിളിന് മനസ്സിലാവുന്ന ലാംഗ്വേജ്. അതുപോലെ തന്നെ പോയട്രി എന്ന് പറയുന്നത് യൂണിവേഴ്സലി ഹ്യൂമൻ എക്സ്പീരിയൻസിനെ കുറിച്ച്, ഇമോഷൻസിനെ കുറിച്ച് വേണം സംസാരിക്കാൻ. ഓക്കെ, ദെൻ ഫെമിനിസം എന്ന് വെച്ചാൽ എന്താണ്? അപ്പം ഫെമിനിസം എന്ന് പറയുന്നത് ജെൻഡർ ഇക്വാളിറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ പേട്രിയാർക്കൽ നോംസിനെ ചലഞ്ച് ചെയ്യാൻ വേണ്ടി വന്നതാണ്. സ്ത്രീകളുടെ റൈറ്റ്സിന് വേണ്ടി അഡ്വക്കേറ്റ് ചെയ്യുന്ന ഒരു മൂവ്മെന്റ് ആണിത്. പൊളിറ്റിക്കൽ, സോഷ്യൽ ആൻഡ് എക്കണോമിക് ഈക്വാളിറ്റിക്ക് വേണ്ടിയാണ് ഇതുള്ളത്. ജെൻഡർ സ്റ്റീരിയോ ടൈപ്പുകളെല്ലാം ക്വസ്റ്റ്യൻ ചെയ്യുന്നു. സ്ത്രീകളുടെ ലിറ്ററേച്ചറിൽ പോലും സ്ത്രീകളുടെ വോയിസസ് വിസിബിൾ ആക്കുന്നു. പിന്നെന്താണ്? ഫെമിനിസത്തിന്റെ 3 വേവ്സിനെ കുറിച്ചൊക്കെ പറയുക. പിന്നെ വർക്ക്സും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക്സും റൈറ്റേഴ്സിനെ കുറിച്ചും പറയുക. നിങ്ങൾ പഠിച്ചിട്ടുള്ള എസ്സേക്കകത്ത് ഫെമിനിസ്റ്റിക് വർക്ക്സ് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചും പറയുക. മോഡേണിസവും പോസ്റ്റ് മോഡേണിസവും ഞാൻ ഓൾറെഡി തന്നെ ഒരു വീഡിയോയ്ക്കകത്ത് ഇട്ടിട്ടുണ്ട്. മോഡേണിസം എന്ന് പറയുന്നത് 20th സെഞ്ചുറിയിൽ എമർജ് ചെയ്തതാണ്. ട്രഡീഷണൽ ഫോംസിൽ നിന്ന് ബ്രേക്ക് അവേ ആയിട്ട് ഇന്നോവേഷൻ, ഇൻഡിവിജ്വലിസം, എക്സിസ്റ്റൻഷ്യൽ തീംസ് ഒക്കെ വരുന്നതാണ് മോഡേണിസം. പോസ്റ്റ് മോഡേണിസം എന്ന് പറയുന്നത് മോഡേണിസത്തിനെതിരെ ഒരു റിയാക്ഷൻ ആയിട്ട് വന്നതാണ്. പോസ്റ്റ് മോഡേണിസം ഓൾവേസ് സപ്പോർട്ടഡ് ഗ്രാൻഡ് നെറേറ്റീവ്സിനെയാണ്. ഈ ഫ്രാഗ്മെന്റേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ സെലിബ്രേറ്റ് ചെയ്തിരിക്കുന്നത് പോസ്റ്റ് മോഡേണിസമാണ്. അതുപോലെ തന്നെ എക്സ്പെരിമെന്റേഷൻ അല്ലെങ്കിൽ എക്സ്പെരിമെന്റൽ ടെക്നിക്സ് ഒക്കെ വർക്ക്സിൽ സപ്പോർട്ട് ചെയ്തതും പോസ്റ്റ് മോഡേണിസമാണ്. ഓക്കെ.